പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട കർത്തൃവിശ്വാസികളെ, ഇന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണല്ലോ. മലങ്കര സഭയുടെ പഞ്ചാംഗത്തിൽ കലണ്ടറിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ 2 പ്രത്യേകതകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, രക്തസാക്ഷികളായ മർത്തശ്മുനിയുടെയും 7 മക്കളുടെയും അവരുടെ ഗുരുവായിരുന്ന ഏലിയാസറിൻ്റെയും ഓർമ്മദിനം. 2, ശൂനോയോ നോമ്പിൻ്റെ അല്ലെങ്കിൽ 15 നോയമ്പിൻ്റെ ആരംഭം. ശൂനോയോ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം ഡിപ്പാർച്ചർ അല്ലെങ്കിൽ വാങ്ങിപ്പ് എന്നാണെന്നും 15 നോയമ്പ് വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പുമായി ബന്ധപ്പെട്ടതാണെന്നും നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഈ അവസരത്തിൽ മർത്തശ്മുനിയുടെയും വിശുദ്ധ ദൈവമാതാവിൻ്റെയും ജീവിതങ്ങളിലേക്ക് നമുക്കൊരു എത്തിനോട്ടം നടത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മർത്തശ്മുനിയെ ഹന്ന, മിരിയാം, ശലോമി തുടങ്ങിയ അപരനാമങ്ങളിലും അറിയപ്പെടുന്നു. BC 175-നും 164-നും ഇടയ്ക്കുള്ള കാലയളവിൽ സെലൂസിഡ് സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്ന അന്തിയോക്കസ് 4-മൻ എപ്പിഫാനസ് സ്വേച്ഛാധിപതിയും യഹൂദന്മാരെ നിർദാക്ഷിണ്യം പീഡിപ്പിക്കുന്നവനുമായിരുന്നു. ഒരിക്കൽ അന്തിയോക്കസ് രാജാവ് യഹൂദന്മാരെല്ലാം യഹൂദ മതാചാരപ്രകാരം അവർക്ക് നിഷിദ്ധമായിരുന്ന പന്നിയിറച്ചി ഭക്ഷിക്കണമെന്നും ആരെങ്കിലും അതിന് വിസമ്മതിച്ചാൽ അവരെ കൊന്നുകളയുമെന്നുമുള്ള കർശനമായ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ യഹൂദ വംശജയായ മർത്തശ്മുനി എന്ന സ്ത്രീയും അവളുടെ 7 മക്കളും അവരുടെ ഗുരുവായിരുന്ന ഏലിയസറും അവരുടെ മതാചാരപ്രകാരം വിലക്കപ്പെട്ട പന്നിയിറച്ചി ഭക്ഷിക്കുകയില്ല എന്നൊരു ഉറച്ച തീരുമാനമെടുത്തു. സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാതെ വന്നപ്പോൾ ക്രുദ്ധനായ രാജാവ് മർത്തശ്മുനിയെയും 7 മക്കളെയും ഗുരുവായ ഏലിയാസറിനെയും വധിക്കുവാൻ തീരുമാനിച്ചു. തൻ്റെ 7 മക്കളെ ഓരോരുത്തരെയായി അവരുടെ നാവും കൈകാലുകളുമൊക്കെ വിച്ഛേദിച്ച് ചിലരുടെ തൊലി ഉരിച്ച് തീച്ചൂളയിൽ വെച്ച് ചുട്ടുപഴുപ്പിച്ച വലിയ ചെമ്പുപാത്രത്തിൽ ഇട്ട് അതിക്രൂരമായി ചുട്ടുകൊന്നിട്ടും ധീരയായ ആ മാതാവ് തൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഒരു കണിക പോലും വ്യതിചലിച്ചില്ല. ഒടുവിൽ മർത്തശ്മുനിയെയും ഏലിയാസറിനെയും രാജാവിൻ്റെ കിങ്കരന്മാർ നിഷ്കരുണം വധിച്ചു. തൻ്റെ 7 മക്കളും തൻ്റെ കൺമുമ്പിൽ വെച്ച് അതിദാരുണമായി കൊല്ലപ്പെട്ടിട്ടും തൻ്റെ വിശ്വാസത്തിൽ നിന്നും കടുകിട പോലും വ്യതിചലിക്കാതെ തൻ്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിനു വേണ്ടി രക്തസാക്ഷി മരണം പ്രാപിച്ച മർത്തശ്മുനി അമ്മയുടെ ഓർമ്മദിനം നമ്മുടെ സഭയും എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 1-ാം തീയതി കൊണ്ടാടുന്നു. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും മർത്തശ്മുനിയുടെ നാമത്തിലുള്ള പള്ളികളുണ്ട്. ഇതുപോലെ എത്രയോ രക്തസാക്ഷികളുടെയും മറ്റുമുള്ള ബൈബിൾ കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു. ഇതും അതുപോലൊരു കഥ എന്നതിൽ കവിഞ്ഞ് ഈ സംഭവ കഥയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം വെല്ലുവിളിക്കപ്പെടുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരലെങ്കിലും അനക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്ന അത്തരം സന്ദർഭങ്ങളിൽ നിന്നും ഓടിയൊളിക്കാനായി എത്ര കാരണങ്ങൾ വേണമെങ്കിലും നിരത്തുവാൻ നമ്മൾ സമർത്ഥരാണ്. ഈ ദിവസത്തിൻ്റെ 2-മത്തെ പ്രത്യേകത ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമിൻ്റെ ഓർമ്മ പെരുന്നാൾ അല്ലെങ്കിൽ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള 15 നോയമ്പ് ഇന്ന് ആരംഭിക്കുകയാണ്. മാതാവിൻ്റെ ജീവിതത്തിലെ പ്രസക്തമായ 2 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കന്യക മറിയാമിൻ്റെ ഗർഭധാരണം. ഗബ്രിയേൽ മാലാഖ മറിയാമിന് പ്രത്യക്ഷപ്പെട്ട് അവളോട് പറയുകയാണ്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം,
കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഗ്രീറ്റിംഗ്സ് ടു യു ഹൂ ആർ ഹൈലി ഫേവേർഡ്, ദ ലോർഡ് ഈസ് വിത്ത് യു. ഇവിടെ കൃപ എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ഫേവർ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൃപ എന്ന മലയാളം വാക്കിന് ദൈവപ്രസാദം, ദയ, അനുകമ്പ എന്നൊക്കെ അർത്ഥങ്ങളുള്ളപ്പോൾ ഫേവർ എന്ന ഇംഗ്ലീഷ് പദത്തിന് മലയാളത്തിൽ പ്രത്യേക പരിഗണന, പ്രത്യേക ലാളന, പ്രത്യേക സൗജന്യം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ആർക്കൊക്കെ ദൈവകൃപ, ദൈവപ്രസാദം, പ്രത്യേക പരിഗണന അല്ലെങ്കിൽ ലാളന ലഭിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ പറയുന്നത്, പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. ഹീ മോക്സ് പ്രൗഡ് മോക്കേഴ്സ് ബട്ട് ഷോസ് ഫേവർ ടു ദി ഹംബിൾ ആൻഡ് ഒപ്രസ്ഡ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനത്തിലും പത്രോസ് ശ്ലീഹായുടെ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനത്തിലും പറയുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. God opposes the proud but shows favor to the humble. ദൈവകൃപ അല്ലെങ്കിൽ ഗോഡ്സ് ഫേവർ എളിമയുള്ളവർക്കും താഴ്മയുള്ളവർക്കും മാത്രം ലഭിക്കുന്ന ഒന്നാണ് എന്ന് മേൽപ്പറഞ്ഞ തിരുവചനങ്ങൾ സംശയലേശമന്യേ നമ്മളെ പഠിപ്പിക്കുന്നു. എളിമയും താഴ്മയും കന്യക മറിയാമിൻ്റെ കിരീടങ്ങളായിരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ പാടുന്നത്, ആരുമുയർത്തപ്പെട്ടില്ലിതുപോലതിനാൽ സ്പഷ്ടം മറിയാമേ പോൽ ആരും താഴ്മപ്പെട്ടിട്ടില്ല. കന്യക മറിയാം ദൈവമുമ്പാകെ താഴ്മപ്പെട്ടതുപോലെ പുത്രനായ യേശു തമ്പുരാനും സ്വന്തം ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് എളിമയുടെയും താഴ്മയുടെയും വിനയത്തിൻ്റെയും ഒരു ഉത്തമ ദൃഷ്ടാന്തമായി ലോകത്തിന് തന്നെ വെളിപ്പെടുത്തി തന്നു. തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന് ശേഷം യേശു തമ്പുരാൻ തിരുവായി മൊഴിഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് നമ്മൾ അത് കേവലം ഒരു ചടങ്ങായിട്ട് മാത്രമാണ് ചെയ്യുന്നത്. വിനയവും താഴ്മയും ഉള്ളവർക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപകളെപ്പറ്റി താഴെ പറയുന്ന വേദഭാഗങ്ങൾ സൂചിപ്പിക്കുന്നു. സങ്കീർത്തനക്കാരൻ 138-ന്റെ 6-ാം തിരുവചനത്തിൽ പറയുന്നു, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ യേശു തമ്പുരാൻ പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ യേശു തമ്പുരാൻ പറയുകയാണ്, ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. വീണ്ടും 23-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ യേശു തമ്പുരാൻ പറയുകയാണ്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന്. ദൈവകൃപ ലഭിച്ചവരോട് കൂടെ കർത്താവ് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്ര ധനം സമ്പാദിച്ചാലും ഉന്നതമായ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കിയാലും ഒരു ശിശുവിനെ പോലെ താഴ്മയുള്ളവനായിരിക്കണം. എങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ വലിയവനാകുകയുള്ളൂ എന്ന് യേശു തമ്പുരാൻ അസന്നിഗ്ധമായി നമ്മളോട് പ്രസ്താവിക്കുകയാണ്. മാതാവിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ കാര്യം, നമുക്കറിയാവുന്നതുപോലെ ഗർഭധാരണം മുതൽ മകൻ്റെ മരണദിവസം വരെ മാതാവിൻ്റെ ജീവിതം ദുഃഖപൂർണമായിരുന്നു. തനിക്ക് വേണ്ടി ഇത്രയേറെ കഷ്ടതകളും പ്രയാസങ്ങളുമൊക്കെ സഹിച്ച തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ നിരാശ്രയാക്കാതെ
നിരാലംബയാക്കാതെ തൻ്റെ അരുമ ശിഷ്യനായ യോഹന്നാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് ആ മകൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ഇന്നത്തെ തലമുറയിൽ പല മാതാപിതാക്കൾക്കും ലഭിക്കാത്ത ഒരപൂർവ ഭാഗ്യം. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് പറഞ്ഞ മറിയാമിൻ്റെ വാക്കുകൾ അവളുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. താങ്കൾ ചെയ്യാത്ത കുറ്റത്തിന് അതിദാരുണവും നികൃഷ്ടവുമായ രീതിയിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളാകേണ്ടി വന്ന മക്കളുടെ 2 അമ്മമാരുടെ, ഒരാൾ രക്തസാക്ഷിയും മറ്റേയാൾ പരിശുദ്ധയും, ഓർമ്മ കൊണ്ടാടുകയാണ് പരിശുദ്ധ സഭ. ഈ അവസരത്തിൽ മർത്തസ് മുനിയെപ്പോലെ വിശ്വാസത്യാഗം നടത്താതെ രക്തസാക്ഷിയായി തീരുവാനോ കന്യക മറിയാമിനെപ്പോലെ താഴ്മയുള്ളവളായി ജീവിച്ച് ഭാഗ്യവതീ പദം ആർജിക്കുവാനോ നമുക്ക് സാധിച്ചില്ലെങ്കിലും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. കാരണം യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്നു, നന്മ ചെയ്യാനറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. നീതിമാന്മാരുടെ ഓർമ്മ നമുക്ക് വാഴ്വിനായി അനുഗ്രഹത്തിനായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ ധന്യനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.